മണ്ഡലകാല തീർത്ഥാടനത്തിന് ശബരിമലയിൽ ആരംഭമാവുകയാണ്. അതേസമയത്ത് തന്നെ എരുമേലിയിൽ തയ്യാറെടുപ്പുകളൊക്കെ പാളുന്ന ഒരു സ്ഥിതിവിശേഷം. എരുമേലിയിൽ 250ഓളം ശൗചാലയങ്ങളുടെ ലേലമാണ് ഇതുവരെ പോകാതെ കിടക്കുന്നത്. വില ഏകീകരണം കർശനമാക്കുന്നതിനാൽ ലേലം എടുക്കാതെ കരാറുകാർ. ഇന്ന് നടക്കുന്ന ലേലത്തിലും തീരുമാനമായില്ലെങ്കിൽ അയ്യപ്പന്മാർ ദുരിതത്തിലാകും എന്ന് സാരം. പേട്ടതുള്ളൽ വസ്തുക്കളുടെ വില ഏകീകരണത്തിനുള്ള നീക്കം പോലും അട്ടിമറിച്ചിരിക്കുകയാണ്. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്താണ് വിശദാംശങ്ങൾ? ആദ്യം എരുമേലിയിൽ സ്ഥിതിവിശേഷങ്ങളൊന്നും തന്നെ ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് 250ഓളം ശൗചാലയങ്ങളുടെ ലേലം ഇതുവരെയിട്ടും ഈ നിമിഷം വരെയും പോയിട്ടില്ല എന്നുള്ളതാണ്. 5 ലേലങ്ങളാണ് ഇപ്പോൾ ഈ ദിവസത്തിന് മുമ്പ് നടന്നത്. 3 ഓൺലൈൻ വഴിയും 2 നേരിട്ടുമായിരുന്നു നടന്നത്. പക്ഷേ ഈ 5 ലേലത്തിലും ഈ ബാത്റൂമുകളുടെ ലേലം ആരും കരാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് വില ഏകീകരിക്കാനുള്ള ഒരു നീക്കം, വില ഏകീകരിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷവും പ്രഖ്യാപിച്ച അതേ വില തന്നെയാണ് ഇത്തവണയും ഭക്തരിൽ നിന്ന് ഈടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. അത് കർശനമായി നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഹൈന്ദവ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. യാതൊരു തരത്തിലുള്ള കൊള്ളയും അനുവദിക്കില്ല, അത് ചോദ്യം ചെയ്യുമെന്നുള്ളത് തന്നെ. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതുവരെയും ഈ ലേലം എടുക്കാതെ വൈകിപ്പിക്കുകയും അധികൃതർക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി ഈ ലേലം ഒരു അത്യാസന്ന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ചുരുങ്ങിയ വിലയ്ക്ക് ലേലം കൈപ്പിടിയിൽ ഒതുക്കാമെന്നുള്ള ഒരു തന്ത്രം ഉണ്ട്. അതുപോലെ തന്നെ ഈ വില ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ നീക്കം, അതിൻ്റെ ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ളൊരു നീക്കം കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദ തന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ ഒരു നിമിഷം വരെ ഇതിൻ്റെ ലേലം പോയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ കരാറുമാരുമായി ധാരണയിലെത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങാനോ സർക്കാരും തയ്യാറായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ തന്നെ ശബരിമലയിലേക്കുള്ള ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി. എരുമേലിയിൽ ആളുകൾ, ഭക്തജനങ്ങൾ, അയ്യപ്പന്മാർ വിരി വെച്ച് തുടങ്ങി. അവർ എല്ലാം ശബരിമലയിലേക്കുള്ള യാത്രയിലേക്കാണ്. കാരണം നട തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെല്ലാം തന്നെ ഇവിടെ എത്തുമ്പോൾ ഇന്ന് രാവിലെ ഇവരെല്ലാം പ്രാഥമിക കൃത്യങ്ങൾ നടത്തിയത് സമീപത്തുള്ള ഹോട്ടലുകളിലും മറ്റുമാണ് എന്നുള്ളതാണ്. 5 രൂപ ദേവസ്വം ഈ ഒരു 5 രൂപ നിരക്കിൽ ഇവർക്ക് ഈടാക്കണമെന്നായിരുന്നു ദേവസ്വവും അധികൃതരും നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇന്ന് അവർ ദേവസ്വം നിശ്ചയിച്ച ബാത്റൂമുകളെല്ലാം തന്നെ ലേലം പോകാത്ത ഒരു സ്ഥിതിവിശേഷം ഇരിക്കെ 30 രൂപ 50 രൂപ നിരക്കിലൊക്കെയാണ് ഇവർ സമീപത്തുള്ള ഹോട്ടലുകളിൽ നിന്നെല്ലാം പ്രാഥമിക കൃത്യങ്ങൾ നടത്തേണ്ടി വന്നത് എന്നുള്ള ഒരു ഏറ്റവും ദുരിതപരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സർക്കാരിൻ്റെ ഈ ഒരു അനാസ്ഥ, ദേവസ്വത്തിൻ്റെ ഈ ഒരു നിഷ്ക്രിയത്വം കാരണം അയ്യപ്പന്മാർ വലിയ തുക നൽകിക്കൊണ്ട് ഇത്തവണയും ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാന വികസനങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ട ഈ ആറിലും മറ്റുള്ള അവിടെയെല്ലാം എല്ലാ വർഷവും നടത്തി വരാനുള്ള പോലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണയും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും മാലിന്യം നിറഞ്ഞ നിലയിൽ തന്നെയാണ് ഉള്ളത്. ഒപ്പം തന്നെ വെള്ളം വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിക്കാനുള്ള സൗകര്യവും വളരെ കുറവ് തന്നെയാണ്. ഏതായാലും ഇനിയിപ്പോൾ നാളെ ഇത്തരത്തിൽ തീർത്ഥാടനം ആരംഭിക്കാനിരിക്കെ ഈ ഒരു കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് ഇതെന്ത് നടപടിയിലേക്ക് നീങ്ങാനാണ് സാധിക്കുക എന്നുള്ളത് കൂടി വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നുണ്ട്. കാരണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഈ ലേലം 5 മണിക്കാണ്, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ലേലം. ഈ ആരും ലേലം എടുക്കാത്തൊരു സാഹചര്യം തന്നെ തുടരുകയാണെങ്കിൽ ദേവസ്വത്തിനോ അല്ലെങ്കിൽ ദേവസ്വത്തിന് ഇത് നേരിട്ട് ഈ ശൗചാലയങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇതോടൊപ്പം തന്നെ കരാറുകാർ സ്ഥാപിച്ചിട്ടുള്ള അവരുടെ സൗകര്യങ്ങളെല്ലാം തന്നെ അവർ എടുത്തു മാറ്റുകയും പുതിയ സൗകര്യങ്ങൾ ദേവസ്വത്തിന് സ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും. അതിന് ആഴ്ചകളോളം സമയമെടുക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആദ്യ ദിവസങ്ങളിൽ അയ്യപ്പന്മാർ എരുമേലിയിൽ വലിയ രീതിയിലുള്ള വലയും അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇത് പരിഹരിക്കാനുള്ളൊരു ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയ്യപ്പന്മാരെല്ലാം തന്നെ എത്തിത്തുടങ്ങി. പ്രധാനമായും കാനനപാത വഴി നടന്നു പോകുന്ന അയ്യപ്പന്മാരും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാരും എല്ലാമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവരെല്ലാം ഇവിടെ പറ്റി ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളെല്ലാം പൂർത്തിയാക്കി ശബരിമലയിലേക്കുള്ള യാത്രയിലാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ഇവരെ വലിയ രീതിയിൽ വലയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.